കാസർഗോഡ് നിന്ന് നമ്മളിനി പോകുന്നത് മൂവാറ്റുപുഴയിലേക്കാണ്. അവിടെ സാംസ്കാരിക ചരിത്രമുറങ്ങുന്ന നഗരസഭാ ടൗൺ ഹാൾ അധികൃതരുടെ അവഗണനയിൽ നശിക്കുകയാണ്. 1.5 കോടി രൂപയുടെ നവീകരണ പദ്ധതികൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയതോടെ കെട്ടിടം ഇപ്പോൾ മാലിന്യങ്ങൾ തള്ളുന്ന ഒരു കേന്ദ്രമായി മാറി. പുതിയ പാലം വരുമെന്ന കാരണത്താൽ നവീകരണം നിർത്തിവെച്ച നഗരസഭാ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് അനീഷ് ദേവസ്യ പറയും അതേക്കുറിച്ച്. തല കുനിക്കൂ നഗരമേ. ഒരു കാലത്ത് മൂവാറ്റുപുഴയുടെ പ്രൗഢിയായിരുന്ന നഗരസഭാ ടൗൺ ഹാൾ ഇന്ന് കാടുമൂടിയ അവസ്ഥയിലാണ്. നിലവിൽ അതീവ അപകടാവസ്ഥയിലുള്ള ഈ കെട്ടിടം ഏതു നിമിഷവും ഇടിഞ്ഞു വീഴുമെന്ന ഭീതിയിലാണ്. ടൗൺ ഹാളിന്റെ പിൻഭാഗം പൂർണ്ണമായും ഉപയോഗശൂന്യമായ ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും പഴയ വാഹനഭാഗങ്ങളുടെയും സംഭരണ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഒന്നര കോടി രൂപയുടെ നവീകരണ പദ്ധതിയാണ് നഗരസഭ ഇതിനായി വിഭാവനം ചെയ്തിരിക്കുന്നത്. 2024-2025 വർഷത്തിൽ 50 ലക്ഷവും അടുത്ത സാമ്പത്തിക വർഷത്തിൽ 1 കോടി രൂപയും ഇതിനായി വകയിരുത്തി. എന്നാൽ നഗരത്തിൽ പുതിയ പാലം വരുമെന്ന പ്രഖ്യാപനമുണ്ടായതോടെ ടൗൺ ഹാൾ പൊളിച്ചു നീക്കേണ്ടി വരുമോ എന്ന ആശങ്കയിൽ ജോലികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ കോടികൾ വകയിരുത്തിയത് എന്തിനെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ടൗൺ ഹാളിൻ്റെ പരിസരം വളരെയധികം മോശമായിട്ട് കിടക്കുന്ന രീതിയാണുള്ളത്. പഴകി കേടുവന്ന് തുരുമ്പിച്ച വണ്ടികളും അതുപോലെ തന്നെ കുറേ കസേരകളും മേശകളും ടൗണിൽ നിന്ന് ചെത്തുന്ന പുല്ലാണെന്ന് തോന്നുന്നു. അതൊക്കെ കൊണ്ട് കൂട്ടിയിടാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ ടൗൺ ഹാളിൻ്റെ പരിസരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാലിന്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സ്ഥലം സജ്ജീകരിക്കേണ്ടത് നഗരസഭയുടെ ഭരണാധികാരികളാണെന്നിരിക്കെ അതൊന്നും നോക്കാനുള്ള സമയം ഭരണാധികാരികൾക്ക് ഇന്ന് നിലച്ചു പോയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഇത് അവസാനിപ്പിക്കണം. കൃത്യമായിട്ട് കൗൺസിലേഴ്സിന് അവരുടേതായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കാനുള്ള അവകാശം അവർക്ക് തന്നെ കൊടുക്കണം. ജനങ്ങളുടെ സഭയായിട്ടുള്ള പാർലമെൻറ്റ്, അസംബ്ലി എന്നതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിൽ ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള വേദികൾ അത് വേണ്ട രീതിയിൽ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഭരണ നേതൃത്വം എടുക്കണം. ഓരോ വർഷവും അറ്റകുറ്റപ്പണിക്കായി ലക്ഷങ്ങൾ ചെലവാക്കുന്നുണ്ടെങ്കിലും ടൗൺ ഹാളിന്റെ ശാപമോക്ഷത്തിന് അത് മതിയാകുന്നില്ല. നിലവിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റി ആധുനിക രീതിയിൽ പുതിയ സമുച്ചയം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ടൗൺ ഹാൾ നിർമ്മിച്ച് നഗരത്തിന്റെ പ്രൗഢി വീണ്ടെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നഗരസഭയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഈ ചരിത്ര സ്മാരകം പൂർണ്ണമായി ഇല്ലാതാവുന്ന കാര്യത്തിൽ സംശയമില്ല. അനീഷ് ദേവസ്യ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.